നമസ്തേ, തൃപ്പാദജയം. ഞാൻ അനുശ്രീ അയ്യൂർ. ഇന്നത്തെ കൃതി പരിചയം ദർശനമാല. ശ്രീനാരായണ ഗുരുദേവൻ എഴുതി നൽകിയ ഈ കൃതി ഭാരതീയ ദാർശനിക പാരമ്പര്യത്തെ അതിമനോഹരമായി ഏകീകരിച്ചിരിക്കുന്നു. ദർശനമാല എന്ന് പറയുന്നത് ദർശനങ്ങളിലൂടെ ഒരു യാത്ര എന്നതാണ്. അദ്വൈതം മുതൽ വിജ്ഞാനവാദം വരെയുള്ള വിവിധ ദർശനങ്ങളെ ഗുരുദേവൻ വളരെ ലളിതവും തത്വപരമായ ഭാഷയിൽ വിശദീകരിച്ചിരിക്കുന്നു. സ്മൈൽ ദർശൻ കൂട്ടി സാധകരുടെ അക്ഷരോപാസനയായ ശ്രീനാരായണ വചനാമൃതത്തിൽ ഇന്ന് ദർശനമാലയെ പരിചയപ്പെടുത്തുവാൻ അനുഗ്രഹിച്ച ഭഗവാന് നന്ദി അർപ്പിക്കുന്നു. പദ്യരൂപത്തിലുള്ള ഈ ഗ്രന്ഥം ഗുരുദേവൻ സംസ്കൃതത്തിൽ എഴുതിയതാണെങ്കിലും ഇതിന്റെ ആശയം വളരെ ലളിതമാണ്. ഓരോ ദർശനവും വ്യത്യസ്തമായ രൂപത്തിൽ തത്വചിന്തയെ അവതരിപ്പിക്കുന്നുവെങ്കിലും അതിൽ അന്തർലീനമായ സത്യം ഒന്നു മാത്രമെന്ന് ഗുരുദേവൻ സൂചിപ്പിക്കുന്നു. ദർശനമാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സർവമത സമ്മതമായ സമീപനമാണ്. ആരെയും അപമാനിക്കാതെ എല്ലാ മതങ്ങളും ദർശനങ്ങളും ബഹുമാനത്തോടെ വിലയിരുത്തി ഒടുവിൽ ഒരേ സത്യത്തെപ്പറ്റി നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ കൃതി. ദർശനമാല എന്നത് ഗുരുദേവൻ ആധ്യാത്മികതയും തത്വചിന്തയും സംഗ്രഹിപ്പിച്ച ഒരു മഹത്തായ കൃതിയാണ്. ഇത് 10 അധ്യായങ്ങളായി ഓരോന്നും 10 ശ്ലോകങ്ങൾ ഉൾപ്പെടെ ആകെ 100 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഓരോ അധ്യായവും ഒരു ദാർശനിക സമീപനത്തെ ആസ്പദമാക്കി എഴുതപ്പെട്ടിരിക്കുന്നു. ആലുവ സംസ്കൃത പാഠശാലയിലെ വിദ്യാർത്ഥികളുടെ ഉപയോഗം കരുതിയാണ് ഗുരുദേവൻ ദർശനമാല രചിച്ചത്. 1916 രചിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ കൃതി അനുഷ്ടുപ്പ് വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. ഇതിന്റെ മുഖ്യ സന്ദേശം ആത്മജ്ഞാനത്തിലൂടെയും സത്യാന്വേഷണത്തിലൂടെയും ആത്മവിശുദ്ധിയിലേക്കുള്ള യാത്രയാണ്. ദർശനമാല നമുക്ക് ഒരുപാട് ആലോചനകളും ചിന്തകളും ഉണർത്തുന്നു. അതിനാൽ ഇത് തത്വചിന്തയുടെ പാഠപുസ്തകമായി കണക്കാക്കപ്പെടുന്നു. ഇതുപോലെയുള്ള മഹത്തായ കൃതികൾ ഇന്നത്തെ യുവതലമുറ മനസ്സിലാക്കുകയും ഇതിന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതാണ്. നന്ദി, നമസ്തേ, തൃപ്പാദജയം.